ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഒരു നിമിഷം മതിയെന്നാണ് പറയുന്നത്. അങ്ങനെ ജീവിതം മാറിമറിഞ്ഞ നിസ്സഹായനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നോടൊപ്പം ഉള്ളത്. ശാരീരികമായും മാനസികമായും ഒപ്പം ഇപ്പോൾ സാമ്പത്തികമായും ബുദ്ധിമുട്ടുകയാണ് അദ്ദേഹം. എല്ലാവരും കേരളം ഒന്നടങ്കം ഞെട്ടലോടെ കേട്ട വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമാണ് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. പൂർണ്ണമായിട്ടൊരു ബോധ്യമുണ്ട്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങയോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. പക്ഷേ റഹീമക്കയ്ക്ക് എന്നെ ചില കാര്യങ്ങൾ പറയണമെന്ന് അറിയിച്ചു. അങ്ങയുടെ വിഷമം, കാരണം വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ് ജീവിതം. അതുകൊണ്ട് കൂടി ആ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. പ്രധാനമായും ഈ ഒരു കൃത്യം അഫാനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രേരണയായത് സാമ്പത്തികമായിട്ടുള്ള ചില പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒരു പല തരത്തിലുള്ള കഥകളും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു യാഥാർത്ഥ്യം കൂടി പ്രേക്ഷകർക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇത്രയധികം സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എന്റെ അറിവില്ലാത്ത ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. എന്റെ അറിവുള്ളവർക്ക് ഒരു 10-15 ലക്ഷം രൂപയ്ക്കകത്തുള്ള ഒരു സാമ്പത്തിക ബാധ്യത ഉള്ളതായിട്ട് എനിക്കറിയാവും. അതിൽ കൂടുതലായിട്ട് എനിക്കറിയത്തില്ല. ഈ കുടുംബം ഏതെങ്കിലും തരത്തിൽ, ഇപ്പോ അങ്ങ് വിദേശത്തായിരുന്നു ഏകദേശം ഒരു 6.5 കൊല്ലത്തോളം. അതെ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈസിസ് ഉണ്ട് എന്ന് ഭാര്യയോ മകനോ ആരെങ്കിലും അങ്ങനെ അറിയിച്ചിരുന്നു? ഇല്ല, അറിയിച്ചിട്ടില്ല. അറിയാവുന്ന കാര്യം ഇതാണ്. ഈ 10-15 ലക്ഷം രൂപയ്ക്കകത്തുള്ള ഒരു ബാധ്യത ഉള്ളതായിട്ട് അറിയാം. ബാങ്കിൽ നിന്ന് അല്ലാതെ ഉള്ളതൊക്കെ കുറച്ച് 5 ലക്ഷം 4 ലക്ഷം രൂപ കുഞ്ഞുമ്മക്ക് കൊടുക്കാനുള്ളതായിട്ടും കുറച്ച് സ്വർണം പണയപ്പെടുത്തിയായിട്ടും അറിയാം. അതറിയാവുന്നു. ബാങ്കിലെ കടം അറിയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച് പ്രവാസ ജീവിതം നയിച്ച 6.5 കൊല്ലത്തോളം യാത്രാവിലക്കുകളൊന്നുമില്ല. അത്തരമൊരു വാർത്തകളൊക്കെ തന്നെ ആദ്യം പ്രചരിച്ചിരുന്നു. പക്ഷേ യാത്രാവിലക്കുകളൊന്നുമില്ല. പക്ഷെ നാട്ടിലേക്ക് വരാൻ ഈ വിസയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നതും കൊണ്ടും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഭാര്യ ഷെമി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് ആണ് ആവശ്യമായി വന്നത്. കഴിഞ്ഞ ദിവസം ഡിസ്ചാർജായി. പക്ഷേ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ ഒരു വീട് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. കാര്യം ഭാര്യ ഇപ്പോൾ മറ്റൊരിടത്തേക്ക് മാറ്റി താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അദ്ദേഹം. ബന്ധുക്കൾ, നമുക്കറിയാം, ഒരു കൂട്ടക്കൊലപാതകം നടന്നതിനു ശേഷം ബന്ധുക്കളിൽ പലരും അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുന്നൊരു സാഹചര്യവും നിലവിലുണ്ട്. ഇപ്പോൾ ഭാര്യയുടെ ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഭാര്യ ചികിത്സ ആശുപത്രിയിലെ ചിലവെല്ലാം വായിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA മുരളി സാറും പിന്നെ സുഹൃത്തുക്കളെ അബൂബക്കർ, മണ്ണാമ്പറ്റ ഷമീൻ, പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു കാക്ക, അദ്ദേഹം കൂടെ ചേർന്നാണ് ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്. അവരെന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ അറിവിൽ അറിഞ്ഞത് അങ്ങനെയാണ്, അവരാണ് ചെയ്തെന്നുള്ളതാണ്. ഇപ്പൊ ആരോഗ്യസ്ഥിതി എന്താണ്? ഡോക്ടർമാരെന്താണ് പറയുന്നത്? ആരോഗ്യസ്ഥിതി പൂർണ്ണമായും ആയിട്ടില്ല, എന്നാലും ഒരു 70-80% മാറിയിട്ടുണ്ട്. ഈ ഷമിയോട് ചോദിച്ചിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്? ചോദിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? കട്ടിലിന് താഴെ വീണെന്നാ പറയുന്നത്. എപ്പോഴും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അഫാനും അതുപോലെ തന്നെ അക്സാനും 2 മക്കളും അമ്മയ്ക്കും ഏതൊരു മാതാപിതാക്കൾക്കും വേണ്ടപ്പെട്ടവരാണ്, അത്രയും പ്രിയപ്പെട്ടവരാണ്. ഈ അഫാനെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു വഴി പോലീസിനോടും പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് ഓർമ്മ നല്ല ഇതായിട്ടുണ്ടോന്ന് സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അറിയത്തില്ല എന്താണെന്നുള്ളത്. ഡോക്ടർമാർക്ക് അറിയാവും. അമ്മയോട് സംസാരിച്ചു ഷമി പേഴ്സണലായിട്ട് ഈ കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. മക്കളെ കാണണമെന്നേ പറയുന്നു. 2 കാണണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ അഫാൻ ഈ കുറ്റകൃത്യം നടത്തി സ്വന്തം കൂടപ്പുറപ്പിനെ പോലും കൊലപ്പെടുത്തി എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള കൊലപാതക വിവരത്തെക്കുറിച്ച് ഷമിയോട് പറഞ്ഞായിരുന്നു. ഇല്ല, ഡോക്ടർ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ഡോക്ടർമാരെ പറയാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ തന്നെ പറഞ്ഞത്. എന്തായിരുന്നു പ്രതികരണം? കരയുമായിരുന്നു, അത്രേ ഉള്ളൂ. ഈ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ചോദിച്ചു ഷമിയോട്? ഇല്ല, ചോദിച്ചിട്ടില്ല. ഈ പുറത്തു വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നിങ്ങളുടെ കുടുംബം അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല, പുറത്ത് പ്രചരിക്കുന്ന ചില വാർത്തകളാണ്. ആഡംബര ജീവിതം നയിച്ചിരുന്നു, നിങ്ങളറിയാതെ അങ്ങനെയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത ഉണ്ടായത്. അത് ഈ 23 വയസ്സുകാരന്റെ ചുമലിലേക്ക് ആ ബാധ്യത പൂർണ്ണമായി എത്തുന്നു. അതാണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അല്ല, ഒരിക്കലും അവന്റെ ബാധ്യത ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ബാധ്യത ഉണ്ടെങ്കിൽ അവൻ തന്നെ നമുക്ക് വീടും വരടൊക്കെ വിറ്റ് ബാധ്യത തീർക്കാൻ അവൻ തന്നെ മുന്നിൽ നിന്നത്. ബ്രോക്കർമാരെ കൊണ്ടുവന്നത് എല്ലാം അവൻ തന്നെ മുന്നിൽ നിന്ന് ചെയ്തു. അപ്പോൾ അത് ഈ
റഹീംക്കയുടെ കൂടി ബാധ്യത തീർക്കാനാണ്, അല്ല ഈ ബാധ്യത എല്ലാ ബാധ്യത ഈ ബാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇല്ല, ഇനി അറിയാനുള്ള ബാധ്യത ഈ 5 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാനുള്ളതും ബാങ്കിലെ ബാധ്യത. നിലവിൽ ഈ പോലീസുകാർ പറയുന്നത് ഏകദേശം 45-50 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്ന്. ഈ കടം ഏതെങ്കിലും തരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടോ? അതിനെക്കുറിച്ച് എനിക്കറിയിച്ച് പറഞ്ഞിട്ടുമില്ല. ആ ബാധ്യതയെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടാണ്. ഈ ബാങ്കിന്റെ ചില പീഡനം, കാരണം നമ്മൾ ലോൺ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചടക്കേണ്ടവരാണ്, അവർ അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിയും. എങ്കിലും നിരന്തരമായി ചില ഇടപെടൽ ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവർ ചില പേപ്പറുകളൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചു എന്ന് പറയുന്നത്. ബാങ്കിൽ നിന്ന് ഞാൻ ഹൗസിംഗ് ലോൺ എടുത്താണ് വീട് വെച്ചത്. ഏത് ബാങ്കായിരുന്നു? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഞങ്ങളുടെ ബ്രാഞ്ച്. അപ്പൊ അവിടെ നിന്ന് 20 വർഷത്തെ കാലാവധിയാണ് അവർ തന്നത്. അപ്പൊ അതിനിപ്പോ ഞാൻ കിട്ടുന്ന പൈസ നേരത്തെ അയച്ചു കൊടുത്ത് അടച്ചു തീർക്കാനായിട്ട് പറഞ്ഞിരുന്നു. ഏകദേശം 5 വർഷം കൊണ്ട് എന്നെ അടച്ചു തീർക്കാൻ ഞാൻ ശ്രമിച്ചതുമാണ്. പക്ഷെ പൈസ ഞാൻ അയച്ചു കൊടുത്തു. കുറച്ച് പൈസ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു, ഒരടച്ചില്ല. അപ്പൊ അതവിടെ കിടന്ന് പലിശ ആയി കാണണം. അപ്പൊ അതിന് എന്നോട് പറഞ്ഞ് ബാങ്കിൽ നിന്ന് എന്തെങ്കിലും വിളിക്കുന്നുണ്ട്, അയാൾ ഇങ്ങോട്ട് വരും, ശല്യം ചെയ്യുന്നുണ്ട്, ജപ്തി ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് 20 വർഷം സമയമുണ്ട്, പിന്നെ നമ്മൾ അടച്ചു തീർത്തതുമാണ് ആ ലോണ്, അടച്ചു തീർത്തതാണ്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞു NOC വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കണം. അയച്ചു കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിൽ 3 ലക്ഷം രൂപ ഞാൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ബാങ്കിൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു, NOC വാങ്ങിച്ച് വീട്ടിരിക്കാനും പറഞ്ഞു. ചെയ്തെന്ന് എന്റെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അറിയണത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ബാങ്കിൽ നിന്ന് നിരന്തരമായിട്ട് മാനേജറല്ല അസിസ്റ്റന്റ് മാനേജർ വിളിച്ച് നിരന്തരം ഇങ്ങനെ ഭീഷണി പോലെ പറയാറുണ്ടായിരുന്നു. പേപ്പർ അവർ ജപ്തി ചെയ്യുന്ന പറഞ്ഞ പേപ്പർ പിടിച്ച് വായിച്ചത് എന്നോട് ഇപ്പൊ പറഞ്ഞത് 2 ദിവസം മുന്നേ തന്നെ പറഞ്ഞു. ഇതുപോലെ ജപ്തി ചെയ്ത് പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഈ അതിനപ്പുറം ഈ ഒരു ബന്ധുവിൽ നിന്ന് 30 പവന്റെ സ്വർണം എന്തോ വാങ്ങി പണയം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? 30 പവനല്ല, ഒരു 4 ലക്ഷം രൂപയും കുറച്ച് 30 പവനൊന്നും വരത്തില്ല, കുറച്ച് 1 ലക്ഷം ആയിരിക്കണം വാങ്ങിച്ചിട്ടുണ്ട്, പണയം വെച്ചിട്ടുണ്ട്. അവരോട് പിന്നീട് സംസാരിച്ചിരുന്നു? ഞാൻ സംസാരിച്ചിട്ടില്ല. അവരിതുപോലെ തന്നെയാണ്, ഈ ബാങ്ക് മാനേജർ തന്നെയാണ് അവരിതുപോലെ കറക്റ്റ് സമയം പലിശ വേണം. ഞാനിപ്പോ അറിഞ്ഞെന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് 5 ലക്ഷത്തോളം പലിശ കൊടുത്തെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് 5 ലക്ഷം രൂപ പലിശ മാത്രം കൊടുത്തിട്ടുണ്ട്. ബന്ധു അവരുടെ മഴ അനുജത്തിയാണ്, കുഞ്ഞമ്മ എന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം, ഈ ഒരു കണ്ണൂർ സ്വദേശികളിൽ നിന്നോ അങ്ങനെ എന്തോ റഹീമക്ക് തന്നെ പണം കടം വാങ്ങി, സ്വാഭാവികമാണ് വിദേശത്ത് വെച്ച് പണം വാങ്ങിയ അവരും ഈ അഫാനെ വിളിച്ചിട്ട് നിങ്ങൾ പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ചില കഥകളും ഉണ്ട്. അങ്ങനെ അവരെ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം ഈ കൊലപാതകം നടക്കുന്ന എത്ര ദിവസം മുമ്പാണ് ആ സംഭവം? അതിന് മുന്നേ 1 മാസം മുന്നേ കാര്യമാണ്. അത് എന്റെ ബാധ്യതയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു അവരോടും, ഞാൻ എന്റെ ബാധ്യത ഞാൻ നിൽപ്പുണ്ട്, ഒന്നെങ്കിൽ ഇവിടെ തന്നു തീർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ വീടും വസ്തു വിൽക്കാനിട്ടിട്ടുണ്ട്, വിറ്റ് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു ക്രൂരകൃത്യം നടന്നിരിക്കുകയാണ്, അഫാനെ കാണാനോ അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഇടപെടൽ നടത്താനോ ശ്രമിക്കുന്നുണ്ട്? ഇല്ല, അവനെ കാണണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു പ്രതിസന്ധിയാണ് റഹീമക്കുള്ളത്. കാരണം കടബാധിതയായിരുന്നു, നാട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നാട്ടിലേക്ക് എത്തി, നാട്ടുകാരുടെ സന്നദ്ധ സംഘടനകളുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് എത്തിയത്. പക്ഷെ ഇപ്പോഴും വല്ലാണ്ട് അലട്ടുന്നുണ്ട് ഏറ്റവും വലിയൊരു പ്രയാസം. കാരണം സ്വന്തം മകനെ നഷ്ടപ്പെട്ടു, ഭാര്യ അത്യാസന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും, തിരിച്ചു വരുന്നുണ്ട്, കുറെ വരുന്നുണ്ടെങ്കിൽ പക്ഷെ വലിയൊരു കടബാധ്യത അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഭാര്യയുടെ ചികിത്സാ ചിലവ്, അതും വലിയ ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യം ആണുള്ളത്. റഹീംക്ക, മറ്റു ചില കാര്യങ്ങൾ കൂടി, അതായത് ഈ പലരും ചോദിക്കുന്നത് ഈ അക്സാനെ എന്തിന് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഒപ്പം ഈ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി, ഇവർ രണ്ടുപേരുടെയും എന്തിനാണ് അഫാൻ കൊലപ്പെടുത്തിയതെന്നുള്ളതാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളിൽ നിന്നെങ്കിലും ലഭിക്കുന്നത്? അല്ല, എനിക്ക് ആരെക്കുറിച്ച് അവനെ കുറിച്ചിട്ട് മോശം അഭിപ്രായം മക്കളെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. 2 മക്കളെ കുറിച്ച് എല്ലാവർക്കും നല്ല മക്കൾ തന്നെയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്തെന്ന് വെച്ചാൽ അറിയത്തില്ല. ഞാനില്ലാതിട്ട് എന്റെ കുറവും അനിയക്കെട്ട് കൊണ്ട് നടക്കുന്നതായിരുന്നു. എന്റെ കുറവ് അറിയിച്ചിട്ടില്ല. ഇതിനേക്കാളും രക്ഷാർത്ഥ പാപ്പായെ പോലെ തന്നെ കൊണ്ട് നടന്നത്. എങ്ങോട്ട് പോയാലും അതിന് കൂടെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞത്. മറ്റൊന്ന്, ഈ ഉമ്മയുടെ കാര്യം, അത് ഈ പുറത്തു വരുന്ന കഥകൾ ശരിയാണോ എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയണം. കാര്യം നിങ്ങളെ കുടുംബത്തിനെയും വല്ലാണ്ട് അലട്ടുന്നുണ്ട്. ഈ ഉമ്മയോട് മാല ചോദിച്ചു,
മാല കൊടുക്കാത്തത് കൊണ്ടാണ്. പക്ഷെ നേരത്തെയും ഉമ്മ സൽമാ ബീവി ഈ ആഭരണങ്ങളൊക്കെ കൊടുത്തിരുന്നു അല്ലേ അഫാന്? അഫാനല്ല കൊടുത്ത് ചെറിയൊന്നോ ഒരു മോതിരൊന്നോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്നോട് പറഞ്ഞു. അവരെല്ലാം കൊടുത്തത് വൈഫാണൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത്. പിന്നെ അവൻ കൂടെ വന്ന് ഉമ്മയെ കാണാനൊക്കെ വരുമായിരുന്നു. അമ്മക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ വിഹിതം അവന് കൊടുക്കുകയും ചെയ്യും. മകൻ പെൻഷനൊക്കെ കിട്ടുമായിരുന്നു. അതിൽ നിന്ന് വരുമ്പോൾ 100-200 കൊടുക്കും. എന്നിട്ട് പറയും 100 നീ എടുക്കണം, 100 മറ്റവനും കൊടുക്കണം. അപ്പൊ അവൻ എന്തെങ്കിലും വാങ്ങിച്ചാലും ഇളവനും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അഫാൻ ഇവിടെ നിന്നാണ് പഠിച്ചത്? ഈ പാങ്ങോട് വീട്ടിൽ നിന്നാണ് പഠിച്ചത്? കൊച്ചിലെവിടെയായിരുന്നു, കുട്ടിക്കാലം എവിടെയായിരുന്നു? ഈ മുത്തശ്ശി തന്നെയാണ് നോക്കിയത്? അവിടെ തന്നെയാണ് നിന്നത്. കുട്ടിക്കാലം നമ്മൾ 4-5 വയസ്സ് വരെ അവിടെയൊക്കെ തന്നെയായിരുന്നു. ഈ ലത്തീഫ് അങ്ങയുടെ സഹോദരൻ, ലത്തീഫിനോട് എന്താണ് ശത്രുത തോന്നാനുള്ള കാരണം? ശത്രുള്ള എനിക്കറിയത്തില്ല. ശത്രുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളായിരുന്നു. ആർക്ക് എന്ത് പ്രശ്നം പറഞ്ഞാലും ആ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാക്ക തന്നെയാണ് പരിഹരിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാ കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും ഒത്തുന്ന ഒരാളാണ് കാക്ക. അങ്ങനെ വൈരാഗ്യപരമായ കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ റുസാനായി നമ്മുടെ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും നിങ്ങൾക്കുണ്ടായ അതേ നഷ്ടം തന്നെയാണ് ആ കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നത്. അവരോട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോകാനോ എന്തെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. പോയി കാണണം. അവരിങ്ങോട്ട് വിളിക്കുക എന്തെങ്കിലും? ഇല്ല, വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് സംസാരിച്ചിട്ടുമില്ല. അവരുടെ വീട്ടിലൊന്ന് പോകണം, നോമ്പ് ഇതിന് മുമ്പ് പോയി കാണണം, ഒരാഗ്രഹമുണ്ട്. ഈ കേസ് നടക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ കൂടുതൽ ആധികാരികതയിലേക്ക് പോയില്ലെങ്കിൽ പോലും ഈ നിലവിൽ അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്, പോലീസ് എന്താണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? കാരണം ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് അടിമയായിരുന്നു അഫാൻ എന്നുള്ള സംശയം. കാര്യം ലഹരിയൊന്നുമില്ലാതെ ഒരു മനുഷ്യന് ഇത്രയും ഇത് ക്രൂരത ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വിദഗ്ധരടക്കം പറയുന്നത്. അപ്പോൾ പോലീസ് എന്താണ് പറയുന്നത്? അഫാന്റെ ഈ ഒരു സാഹചര്യം, എന്ത് സാഹചര്യമാണ് ഈ കൊലയിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്? അന്വേഷണത്തെ കുറിച്ച് പോലീസ് ദിവസം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അന്വേഷണം നടക്കുന്നുള്ളൂ. എന്നോട് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അവർ അന്വേഷിക്കുന്നുള്ളതേ ഉള്ളൂ. അല്ല, അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ചോദിക്കാറുമില്ല. നിലവിൽ ഇപ്പോ 3 SHOമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നല്ല ഇടപെടൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത്. മറ്റൊന്ന് ഈ പണയപ്പണ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉമ്മയുടെ മാല, അതായത് വലിയൊരു മാല എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. അത് ഈ ലത്തീഫിന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുവേണ്ടിയാണ് ആ വീട്ടിലേക്ക് ചെന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അല്ല, അങ്ങനെയല്ല. വലിയ മകർ വേറെ മാല കൂടെ ഉണ്ട്. ചെറിയൊരു മാല കഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വലിയ മാല എല്ലാ സഹോദരി അടുത്താണുള്ളത്. അത് മാളെ ഏൽപ്പിച്ചിട്ട് നീ വെച്ചേരെ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതെടുത്ത് എന്തെങ്കിലും ചെയ്ത് എന്റെ കാര്യങ്ങൾ നിർവഹിക്കണം, മരണപ്പെട്ടു പോയാൽ, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ സംഭവിച്ചു പോയി. നിലവിൽ വല്ലാണ്ട് ഈ മാനസികമായി തളർത്തുന്നതിനൊപ്പമാണ് ഇപ്പോഴും കടബാധ്യതകൾ ഒരുപാടുണ്ട്. ഒപ്പം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഭാര്യ ഷമീലയും അല്ലെങ്കിൽ മകന്റെയും കടമെന്ന് പറയുന്ന കടബാധ്യത, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇനി ഈ ഒരു ചുമലിലാണ്, റഹീം എന്ന് പറയുന്ന ആളിന്റെ ചുമലിലാണ്. ഇനി വിദേശത്തേക്ക് പോകാനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോഴത്തെ പോകണമെന്ന് ഇപ്പോൾ പറ്റത്തില്ല. കാരണം ചികിത്സയും ബാക്കി കാര്യങ്ങളും ഏകദേശം 1 വർഷമെങ്കിലും ഉണ്ടാവും. ഡോക്ടർ പറഞ്ഞ ഒരു 9 മാസത്തോളം ചികിത്സ ഉണ്ടാവണം. 10 മാസത്തോളം ഉണ്ടാവും. അപ്പോൾ മറ്റു നോക്കാനോ കാണാനോ ആളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്നൊരു പോക്ക് സാധ്യമല്ല, പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. ഈ നിലവിൽ എത്ര രൂപയുടെ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ചികിത്സാ ചെലവ് ഇതൊക്കെ എങ്ങനെയാണ്? എന്താണെന്ന് ചോദിച്ചാൽ ചികിത്സാ ചെലവ് എന്ന് അറിയത്തില്ല. വലിയൊരു ബാധ്യത തന്നെയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ചികിത്സാ ചെലവ് ഒരു ബാധ്യതയായിട്ടുണ്ട്. മറ്റു മാർഗങ്ങളൊന്നും, വഴികളൊന്നുമില്ല, ജോലിയില്ല, മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പൊ ഞാൻ റഹീമക്കയുമായി ഇരിക്കുന്ന ഈ ഒരു വീട് എന്ന് പറയുന്ന ഒരു ചെറിയ വീടാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീടാണ്. ഉമ്മയ്ക്ക് വേണ്ടി ഉള്ള കുടുംബ വീടാണ്. ലൈഫിൽ നിന്ന് എന്തോ മറ്റോ കിട്ടിയ, കണ്ടാൽ തന്നെ നമുക്കറിയാം, ചെറിയ വീടാണ്. ഈ പെരുമലയിലെ വീട്, അങ്ങക്ക് മാന്യമായിട്ടുള്ളൊരു വീടുണ്ടായിരുന്നു, സാമ്പത്തികം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ വെച്ചാണ് ഈ ഒരു കൃത്യം നടന്നിരിക്കുന്നത്. ആ വീട്ടിലേക്ക് പോയിരുന്നു അതിനുശേഷം? ഇനി പോകാൻ ഇല്ല, ആ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. പക്ഷെ അങ്ങനെ ഇനി അങ്ങോട്ട് പോയി താമസത്തിന് ബുദ്ധിമുട്ടാണ്. കാരണം മക്കളില്ലാത്തൊരു വീട്ടിലോട്ട് പോയി താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അവരില്ലാതെ ആ വീട്ടിൽ പോയി താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ്. കാരണം സാമ്പത്തികം തന്നെയാണ് വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആ വീട് വിൽക്കണമെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു മാനസിക ബുദ്ധിമുട്ടും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് മുന്നിലുള്ളത്. ഭാര്യയെ ഇപ്പോൾ താൽക്കാലികമായ ഒരു സംവിധാനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരുടെ ചികിത്സയുണ്ട്, തുടർ ചികിത്സയുണ്ട്. നിലവിലുള്ള ചികിത്സ
ബാധ്യത, അതായത് ആ ചിലവ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട വാമനപുരത്തിന്റെ MLA DK മുരളിയും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് അത് ആ ബാധ്യത തീർത്തു എന്ന് പറയുന്നില്ല. ആശുപത്രി അധികൃതരോടൊക്കെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ആ കാശ് ഉണ്ടാക്കണം, ഉടനെ തിരികെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. ഇതെല്ലാം തന്നെ പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പറയാനുള്ളത്, നമുക്കും പറയാനുള്ളത്, കാലം കടന്നു പോകുമ്പോൾ അക്സാനെയോ അല്ലെങ്കിൽ അഫാനെയോ ഒന്നും തന്നെ തിരികെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ മറഞ്ഞു പോകാത്ത അല്ലെങ്കിൽ മാഞ്ഞു പോകാത്ത മുറിവുകൾ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാവട്ടെ, ഇനി നല്ലൊരു ജീവിതത്തിലേക്ക് വരാൻ കഴിയട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ ഒരു സാമ്പത്തികമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടാണുള്ളത്. എന്തെങ്കിലും പറയാനുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ട് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതുപോലൊരു അവസ്ഥ ഒരു മനുഷ്യർക്ക് ഉണ്ടാവാതിരിക്കട്ടെ, പ്രാർത്ഥന മാത്രം. അതാണ് ഒരു കുടുംബത്തിനും, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒരു നിമിഷം മതി ഒരു മനുഷ്യജീവന്റെയോ ഒരു കുടുംബത്തിന്റെയോ ഒക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായി വരാൻ. അങ്ങനെ ഒരു നിമിഷത്തെ അഫാന്റെ മനസ്സിലുണ്ടായ ഒരു വ്രണം, അങ്ങനെ തന്നെ നമുക്ക് പറയാം, അതാണ് ഈ കുടുംബത്തിന്റെ ജീവിതം ആകെ മാറ്റിമറിച്ചത്. ഞാൻ ഇടയ്ക്കും ആദ്യമൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി വല്ലാണ്ട് ഈ റഹീമക്കയും ഇനി മുന്നോട്ടുള്ള ഷെമിയുടെ ചികിത്സയ്ക്കും ഒക്കെ തന്നെ അതൊരു തടസ്സമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകർ ആർക്കെങ്കിലും റഹീമക്കയുടെ കുടുംബത്തെ സഹായിക്കാൻ കഴിയുമെങ്കിൽ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് നമുക്കും പറഞ്ഞു വയ്ക്കാനുള്ളത്. കാരണം അത്രമാത്രം ഈ മനുഷ്യൻ നമ്മുടെ മുന്നിൽ നിന്നിങ്ങനെ സങ്കടപ്പെടുമ്പോൾ അത് നോക്കിയിരിക്കാൻ കഴിയുന്നില്ല. കാരണം പല ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറയുമ്പോൾ. അപ്പോൾ ആർക്കെങ്കിലും ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കുവാൻ കഴിയുമെങ്കിൽ അതുണ്ടാകണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് നമുക്കുമുള്ളത്.